2022 നടന്ന വുമൺ പോലീസ് കോൺസ്റ്റബിൾ എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് 623/2021 ആണ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ഇതിലെ സ്പെഷ്യൽ ടോപ്പിക്സ് മാത്രമാണ്. അതായത് CPOയ്ക്കും WCPOയ്ക്കും ചോദിക്കുന്ന സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ് ഇല്ലേ, ഒരു 20 മാർക്കിന്, അത് മാത്രമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം: ഒരാൾ സ്വമേധയാ മദ്യം കഴിച്ച് ലഹരിക്കടിമയായിട്ട് ഒരു കുറ്റകൃത്യം ചെയ്താൽ താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായത്? ഇതിൽ സ്വമേധയാ ലഹരിക്കടിമയായി കുറ്റം ചെയ്താൽ വകുപ്പ് 85 പ്രകാരമുള്ള ആനുകൂല്യം ലഭിക്കുകയില്ല എന്നതാണ് ശരിയായ പ്രസ്താവന. ഇന്ത്യൻ ശിക്ഷാ നിയമം സെക്ഷൻ 304A പ്രകാരം കുറ്റകരമായ നരഹത്യ ആകാത്ത തരത്തിൽ അവിവേകമായതോ അല്ലെങ്കിൽ ഉപേക്ഷയോട് കൂടിയതോ ആയ ഒരു പ്രവൃത്തി കൊണ്ട് ഒരാൾ മറ്റൊരാളിൻ്റെ മരണത്തെ സംഭവിപ്പിക്കുന്നു എങ്കിൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എത്രയാണ്? ഇത് 2 കൊല്ലം തടവ് ശിക്ഷയാണ് ലഭിക്കാവുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമം സെക്ഷൻ 378 പ്രകാരം മോഷണമാകണമെങ്കിൽ വേണ്ട ആവശ്യ ഘടകങ്ങളിൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഇതിൽ ശരിയായതെന്ന് പറയുന്നത് 1ഉം 3ഉമാണ്. അതായത് ഒരാൾ ജംഗമ വസ്തുവിനെ ചലിപ്പിക്കുന്നു, ആരുടെ കൈവശമാണോ അത് നേരത്തെ ഇരുന്നത് അയാളുടെ സമ്മതമില്ലാതെയാണ് ഇയാളത് എടുത്തത്. ഈ 2 കാരണങ്ങൾ ഉണ്ടെങ്കിലാണ് ഇന്ത്യൻ ശിക്ഷാ നിയമം സെക്ഷൻ 378 പ്രകാരം ഒരു മോഷണ കുറ്റമാവുകയുള്ളൂ. മരിച്ചുപോയ ഒരാളിൻ്റെ വിൽപ്പത്രം നടത്തിക്കുന്ന ആളായ എ ആ സ്വത്തിനെ വിൽപ്പത്രപ്രകാരമുള്ള വ്യവസ്ഥകളെ അനുസരിക്കാതെ തൻ്റെ സ്വന്തം ഉപയോഗത്തിന് വേണ്ടി കൈവശപ്പെടുത്തുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് എ ചെയ്ത കുറ്റം ഏതാണ്? അദ്ദേഹം ചെയ്ത കുറ്റം കുറ്റകരമായ വിശ്വാസവഞ്ചനയാണ്. ഇത് സെക്ഷൻ 405 പറയുന്നത്. താഴെ പ്രതിപാദിക്കുന്ന ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ഉൾപ്പെടുന്ന കേസുകളിൽ ഏതിനെയാണ് സമൻസ് കേസായി കണക്കാക്കുന്നത്? അതായത് മരണശിക്ഷ, ജീവപര്യന്ത ശിക്ഷ, 3 വർഷം തടവ് ശിക്ഷ, ഇവയൊന്നും സമൻസായി കണക്കാക്കപ്പെടുന്നില്ല. ക്രിമിനൽ നടപടി നിയമസംഹിത പ്രകാരം താഴെ പ്രതിപാദിക്കുന്ന ഏതൊക്കെ അവകാശങ്ങളാണ് നൽകിയിട്ടുള്ളത്? ഇതിൽ പറയുന്നതിൽ ശരിയായത് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം 3ഉം. അതായത് പോലീസ് ഓഫീസറിനെ അറസ്റ്റ് ചെയ്യാനുള്ള അവകാശം, പിന്നീടുള്ളത് മജിസ്ട്രേറ്റിന് അറസ്റ്റ് ചെയ്യാനുള്ള അവകാശം, അടുത്തത് സ്വകാര്യ വ്യക്തിക്ക് അറസ്റ്റ് ചെയ്യാനുള്ള അവകാശം. അതായത് ഈ തന്നിരിക്കുന്ന 3 പ്രസ്താവനകൾ ശരിയാണ്. വിവാഹം കഴിഞ്ഞ് ഡാഷ് വർഷത്തിനുള്ളിൽ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്ത കേസുകളിൽ ക്രിമിനൽ നടപടി നിയമസംഹിത സെക്ഷൻ 174 പറയുന്ന റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിക്കേണ്ടതാണ്. ഇതിൽ ഈ ഡാഷ് തന്നിട്ടുള്ളത് പൂരിപ്പിക്കുകയാണ് വേണ്ടത്. ഇതിൽ ശരിയായത് 7 വർഷമാണ്. അതായത് വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്ത കേസുകളിൽ ക്രിമിനൽ നടപടി നിയമസംഹിത സെക്ഷൻ 174 പറയുന്ന റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിക്കേണ്ടതാണ്. ഇന്ത്യൻ തെളിവ് നിയമം സെക്ഷൻ 32 പ്രകാരം മരിച്ചുപോയ വ്യക്തി പ്രസക്ത വസ്തുതയെക്കുറിച്ച് ചെയ്യുന്ന പ്രസ്താവന പ്രസക്തമാക്കാത്തത് എപ്പോൾ? അത് പ്രസ്താവന ചെയ്യുന്ന ആളുടെ ധനപരമായ താല്പര്യത്തിന് അനുകൂലമായിരിക്കുന്ന പ്രസ്താവന. താഴെ പറയുന്നതിൽ കക്ഷികളല്ലാത്ത ആളുകളുടെ അഭിപ്രായം പ്രസക്തമാക്കുന്നത് എപ്പോൾ? അത് വിദഗ്ധൻ്റെ അഭിപ്രായമാണ്. കേരള പോലീസ് ആക്ട് സെക്ഷൻ 3 പറഞ്ഞിരിക്കുന്ന പോലീസിൻ്റെ കർത്തവ്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തത് താഴെ പറയുന്നതിൽ ഏതാണ്? ഇതിൽ പാരിസ്ഥിതിക സംരക്ഷണം എന്നത് കേരള പോലീസ് ആക്ട് സെക്ഷൻ 3 പറഞ്ഞിട്ടില്ല. കാര്യക്ഷമമായ പോലീസ് സേവനത്തിന് ആളുകൾക്കുള്ള അവകാശം പ്രതിപാദിക്കുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ ഏതാണ്? അത് സെക്ഷൻ 7 ആണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഏതെങ്കിലും കൃത്യനിർവഹണത്തിൽ നിന്നും പ്രത്യക്ഷമായ ഉദ്ദേശത്തോടെ ഭീഷണിപ്പെടുത്തുകയും തടയുകയും ചെയ്താൽ കിട്ടാവുന്ന പരമാവധി തടവ് ശിക്ഷ എത്രയാണ്? അത് 3 വർഷമാണ്. വിവരാവകാശ നിയമപ്രകാരം വിവരം എന്നതിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടാത്തത് ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? അതായത് ഫയൽ നോട്ടുകളിൽ ഈ വിവരം എന്നതിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നില്ല. NDPS നിയമം താഴെ പറയുന്ന ആർക്കാണ് ബാധകമായിട്ടുള്ളത്? ഇത് ബാധകമായിട്ടുള്ളത് ഈ താഴെ തന്നിരിക്കുന്ന 4 പ്രസ്താവനയിൽപ്പെട്ട ആൾക്കാർക്കും ബാധകമാണ്. അതായത് ഇന്ത്യക്കകത്തുള്ള ഇന്ത്യൻ പൗരന്മാർ, ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യൻ പൗരന്മാർ,
പൗരന്മാർ, ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകളിലുള്ള വ്യക്തികൾ, ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിമാനങ്ങളിലുള്ള വ്യക്തികൾ, ഇവർക്കെല്ലാം ഈ NDPS ബാധകമാണ്. ഒരാൾ ഒന്നിൽ കൂടുതൽ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി ആൾമാറാട്ടം നടത്തുന്നത് വിവര സാങ്കേതിക നിയമം ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റമാകുന്നത്? ഇത് 666D പ്രകാരമാണ് കുറ്റകരമാവുന്നത്. സ്പെഷ്യൽ കോടതിയുടെ അധികാരമില്ലാതെ ഒരു കുട്ടിയുടെ അഭിമാനത്തിന് കോട്ടം വരുത്തുന്ന വിധത്തിൽ കുട്ടിയുടെ തിരിച്ചറിയൽ വിവരങ്ങൾ മാധ്യമങ്ങൾ വെളിപ്പെടുത്തിയാൽ പോക്സോ നിയമപ്രകാരം ശിക്ഷ ലഭിക്കുന്നത് ആർക്കാണ്? അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടർ, പ്രസാധകൻ, ഉടമ, ഇവർക്കെല്ലാവർക്കും ഈ ശിക്ഷ ലഭിക്കും. കോടതി ഏത് കേസിലാണ് വിവരാവകാശ നിരുപാധികമായ അവകാശമല്ല എന്ന വിധി പുറപ്പെടുവിച്ചത്? അത് ഇന്ദിര ജയ്സിംഗ് വേഴ്സസ് രജിസ്ട്രാർ, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ കേസിലാണ് ഈ വിവരാവകാശ നിരുപാധികമായ അവകാശമല്ല എന്ന വിധി പുറപ്പെടുവിച്ചത്. പോക്സോ നിയമം നിലവിൽ വന്ന ദിവസം അത് നവംബർ 14, 2012 ഇതിടക്കിടക്ക് ചോദിക്കാറുണ്ട്. അതായത് പോക്സോ നിയമം നിലവിൽ വന്നത് നവംബർ 14, 2012. രഹസ്യാത്മകതയുടെയും സ്വകാര്യതയുടെയും ലംഘനത്തിന് വിവരസാങ്കേതിക നിയമം 72ാം വകുപ്പ് പ്രകാരം അനുശാസിക്കുന്ന ശിക്ഷ ഏതാണ്? അത് 2 വർഷം വരെ തടവ് അല്ലെങ്കിൽ കൂടാതെ 1 ലക്ഷം വരെ പിഴ. ഇത്രയാണ് ഈ 2022 നടന്ന WCPA എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ഭാഗത്തിലെ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സും.